ആദ്യ മണിക്കൂർ മുതൽ ഈ പറയുന്ന നിമിഷം വരെ 500ഓളം ഫയർഫോഴ്സുകാർ ഇവിടെ വർക്ക് ചെയ്യുന്നുണ്ട്. അതിൽ ഏറ്റവും അഭിമാനത്തോടുകൂടെ ഇതിനെ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്തത് ഞങ്ങളാണെന്ന് പറയാൻ ഏറ്റവും അധികം അഭിമാനമുണ്ട്. കാരണം എന്താ വെച്ചാൽ ഒരു പ്രത്യേക സാഹചര്യമായിരുന്നു അന്ന്. കണ്ടിന്യൂ ആയിട്ട് 3-4 ദിവസങ്ങൾ മഴ പെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യം. ഇതിന് തൊട്ട് മുമ്പത്തെ ദിവസം ഞങ്ങൾ ഒരു കോൾ അറ്റൻഡ് ചെയ്ത ഒരു സാഹചര്യം ഇതേ സ്ഥലത്ത്. കാരണം ഞങ്ങൾ വരുമ്പോൾ ഇതൊന്നുമില്ലാതെ ഈ സ്കൂളും മനോഹരമായിട്ടുള്ള ഈ ഏരിയയും ഒക്കെ ഞങ്ങൾ നടന്ന് കണ്ട ഒരു ക്രൂ ആണ് ഞങ്ങൾ. കാരണം ചെറിയൊരു മണ്ണ് അവിടെ ഇടിച്ചിലുണ്ടായിരുന്നു. അന്ന് കോള് വന്നു. അപ്പൊ ഞങ്ങൾക്ക് ഇന്ന് നോർമലി തിരിച്ച് സ്റ്റേഷനിൽ പോയാലും ഈ വലിയ മഴ കാണുമ്പോൾ ഞങ്ങൾക്ക് റെസ്റ്റിനോ ആരും മാറാനൊന്നും നിന്നില്ല. ആ ഒരു ഫോണിന്റെ ചുറ്റും തന്നെയായിരുന്നല്ലോ. കാരണം മഴ നിൽക്കുന്നില്ല. അപ്പൊ എന്തോ ഒരു ദുരന്തത്തിനുള്ളതാണല്ലോ എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്ക് തന്നെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ എല്ലാവരും അലേർട്ടായിട്ട് വണ്ടി അടക്കം എല്ലാ സാധന എക്യുപ്മെന്റ്സും എല്ലാം സെറ്റ് ചെയ്തിട്ടായിരുന്നു നിന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ ഈ പറഞ്ഞ മണികണ്ഠൻ എന്ന് പറഞ്ഞ ആള് ഈ 12-ഓടുകൂടെ കരഞ്ഞു വിളിച്ചുകൊണ്ടാണ് വിളിക്കുന്നത്. സാറേ 1:56 പൊട്ടി സാറേ, പിന്നെ വെള്ളം തിരിച്ചു ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, രക്ഷിക്കണേന്ന് പറഞ്ഞിട്ട് വിളിച്ച്. അപ്പൊ ഞങ്ങളെ മനസ്സിൽ അപ്പോഴും ഈ തിരിച്ചു വരുമ്പോഴും ആ മണ്ണിടിഞ്ഞതിന്റെ ബാക്കിയുള്ള ഒരു ചിന്ത മാത്രമേ ഞങ്ങളെ മനസ്സിലുണ്ടായിരുന്നുള്ളൂ. പക്ഷെ ഇവിടെ വരുമ്പോഴാണ് ശരിക്കും അതിന്റെ ഒരു ഭീകരത ശരിക്കും മനസ്സിലാക്കുക. കാരണം അത് അറിയുന്ന ഞങ്ങൾ മാത്രമേ അപ്പേ ഉണ്ടാവുള്ളൂ. കാരണം ഈ വരുന്ന വഴികൾ ഒന്നും ഈ പറഞ്ഞ വഴികളായിരുന്നില്ല. ഇവിടെ മുഴുവൻ മരത്തടികൾ വീണ് കിടന്നിട്ടും മണ്ണിടിഞ്ഞ് വീണിട്ടും ഇതൊക്കെ മാറ്റിയിട്ട് വേണം ഈ ഫസ്റ്റ് റെസ്പോണ്ട് ടീമായ ഞങ്ങൾക്ക് ഇവിടെ എത്താൻ. ഇതിനുശേഷം വന്ന പട്ടാളം വരണമെങ്കിലും അല്ലെങ്കിൽ NDRF വരണമെങ്കിലും ഒക്കെ ഞങ്ങൾ ഈ വഴി തെളിച്ചു പോയതിനു ശേഷമേ അവരെ കൊണ്ട് തിരിച്ചിങ്ങോട്ട് എത്താൻ പോലും സാധിക്കുള്ളൂ. പക്ഷെ നാട്ടുകാരുടെ സഹകരണം പ്രത്യേകിച്ച് എടുത്തു പറയാതെ വഴിയില്ല. നാട്ടുകാർ എല്ലാ രീതിയിലും സഹായിച്ചിട്ടുണ്ടായിരുന്നു. മരമടക്കം മുറിച്ചു മാറ്റാൻ ഇവിടെ നിന്ന് അങ്ങോട്ട് വെട്ടി അവർ വരുന്നുണ്ടായിരുന്നു. വരുമ്പോഴത്തേക്കും ഞങ്ങൾക്ക് വേണ്ട സജ്ജീകരണങ്ങളുള്ള രീതിയിൽ 10ഓളം ജീപ്പുകളിൽ നിറച്ച് ചെറുപ്പക്കാർ ഇവിടെ ഉണ്ടായിരുന്നു, ആംബുലൻസുകൾ ഇവിടെ ഉണ്ടായിരുന്നു. എല്ലാ രീതിയിലും ഇവിടുത്തെ നാട്ടുകാർ നമ്മൾ മാതൃക, കേരളം ഒരു മാതൃകയാണെന്ന് കാണിച്ചു കൊടുക്കാൻ പറ്റിയൊരു നാട്ടുകാരാണ്. കാരണം അത്ര ഈ പുലർച്ചെ ഈ 2 മണി സമയത്തൊക്കെ എന്ന് പറഞ്ഞാൽ എല്ലാവരും വീടുകളിൽ നിന്ന് അലേർട്ടായിട്ട് എല്ലാ ചെറുപ്പക്കാരും ഈ പ്രദേശത്തുണ്ടായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷത്തോടു കൂടി തന്നെ പറയാം. കാരണം ഞങ്ങളുടെ ജോലികൾ എളുപ്പമാക്കിയത് അവർ തന്നെയാണ്. കാരണം ഇവിടെ വരുമ്പോഴും ഇതേപോലെ മണ്ണ് ചെളി നിറഞ്ഞ് ഈ ടൗണിലേക്ക് കയറാൻ പറ്റുന്ന ഒരു സാഹചര്യം അല്ലായിരുന്നു. അപ്പോൾ JCB കൊണ്ടുവന്നത് മുഴുവൻ തുടച്ച് മാറ്റിയതിനു ശേഷമാണ് പല വണ്ടികളും കൂടി വരുന്നത് പോലും. അപ്പോൾ ഞങ്ങൾ ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ നേരെ വരുമ്പോൾ തന്നെ ഈ ഒരു പാലം പൊളിഞ്ഞിട്ടുണ്ട് സാറേ എന്നുള്ളൊരു കാര്യം ഞങ്ങൾക്ക് അറിയുള്ളൂ. ഇതിന്റെ മുകളിലേക്ക് കടക്കാനുള്ള ഒരു വഴിയില്ല. അപ്പൊ ഇവിടെ വരെയാണ് പാലത്തിന്റെ തുമ്പ് വരെ എത്തുമ്പോഴാണ് ശരിക്കും ഇതാണോ പൊട്ടിയത് എന്നുള്ളൊരു ചിന്ത ഞങ്ങൾക്കുള്ളൂ. കാരണം ഇതിന്റെ മുകളിലേക്ക്, കാരണം ഇരുട്ടാണ്, നല്ല ഇരുട്ടുള്ളൊരു സമയമാണ്, ഒന്നും കാണാനില്ല. അപ്പൊ ഞങ്ങള് തിരിച്ച് സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയി. സ്കൂളിന്റെ ഭാഗത്തേക്ക് പോയപ്പോൾ അവിടെ ഒരു സ്ത്രീ വീണ് കിടക്കുന്നുണ്ടായിരുന്നു. വിദേശ വനിതയാണെന്നാണ് എന്റെ ഒരു തോന്നല്. അപ്പൊ ഇവരെ എടുത്തു മാറ്റി തിരിച്ചു വന്നപ്പോൾ ഞങ്ങൾക്കൊരു സംശയം എന്താണെന്ന് വെച്ചാൽ ഒന്നുമില്ലെങ്കിൽ അവരെ ചിലപ്പോൾ റെസ്ക്യൂ ചെയ്ത് അവിടെ വെച്ചതായിരിക്കും, അല്ലെങ്കിൽ ഏതെങ്കിലും ക്യാമ്പാവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ഇനി ആൾക്കാരുണ്ടാവുമോ എന്നുള്ളൊരു ചിന്തയിലാണ് ഞങ്ങൾ ഫോണും ടോർച്ചും കൊണ്ടുവന്നിട്ട് വീണ്ടും അവിടെ തെരച്ചിലെടുക്കും. ഈ തെരച്ചിൽ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴാണ് രണ്ടാമത്തെ ഉരുൾപൊട്ടൽ വരുന്നത്. കാരണം വലിയ ശബ്ദത്തോടെ പൊട്ടിത്തെറിച്ച് വെള്ളം ഒരു കടല് പോലെ പാഞ്ഞു വരുമായിരുന്നു. അപ്പൊ ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം വേറെ ഓപ്ഷനൊന്നുമില്ല, ഓടുക എന്നുള്ളൊരു ഓപ്ഷനുള്ളൂ. ഈ ഗംബൂട്ടടക്കമുള്ള ഈ ചെളിയിൽ എങ്ങനെ ഓടി രക്ഷപ്പെടുന്ന, എങ്ങോട്ട് ഓടണമെന്നോ അല്ലെങ്കിൽ പുഴ ഏതാണ്, കര ഏതാണ്, റോഡ് ഏതാണെന്നുള്ള ഒന്നും കാണാൻ പറ്റുന്നൊരവസ്ഥയില്ല. പക്ഷെ ഓടുകയായിരുന്നു. ഒരു സെക്കൻഡുകളുടെ വ്യത്യാസത്തിൽ ജീവൻ തിരിച്ചു പിടിച്ച 5-6 പേരാണ് ഈ ഞങ്ങൾ എന്ന് പറയുന്നത്. അപ്പൊ തിരിച്ച് ഞങ്ങൾ ആ മലയുടെ മുകളിലേക്ക് പോയി. അവിടെ ആ പൊട്ടില് ഞങ്ങൾ അവിടെ ഉണ്ട്. പിന്നീട് ഞങ്ങൾ ആ മലയുടെ മുഖത്ത് പോയിട്ട് കറങ്ങി തിരിഞ്ഞാണ് അവിടുന്ന് വിളി കേൾക്കുന്നത്, കരച്ചിലുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ ഒരു വീട്ടില് ഒരു 10ഓളം പേര് അവിടെ കുടുങ്ങി കിടക്കുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ ഈ മല കവർ ചെയ്തിട്ടാണ് അപ്പുറത്ത് വന്നിട്ട് അവരെ ടോർച്ച് അടിക്കുമ്പോൾ ഞങ്ങൾക്ക് കാണാം. ഞങ്ങൾ എല്ലാ മലകളിലും ടോർച്ച് ഞങ്ങളുടെ നേരെ വരുന്നുണ്ട്. ഞങ്ങളിങ്ങനെ സിഗ്നൽ കൊടുക്കുമ്പോൾ എല്ലാ ഭാഗത്തുനിന്നും. പക്ഷെ അവരൊക്കെ ഇന്ന് ജീവനോടെ എല്ലാവരും ഉയർത്തി കയറുന്നത്. പക്ഷെ ഈ ഞങ്ങൾ ഓടിയ ഓട്ടത്തിൽ പക്ഷെ ഞങ്ങളെ കൂടെ ഉള്ള ഞങ്ങളുടെ സർവീസിന്റെ അല്ല കുറെ പേരും നഷ്ടപ്പെട്ടിട്ടുണ്ടാവാം. ഈ രണ്ടാമത്തെ പൊട്ടലിൽ എന്ന് പറഞ്ഞാൽ ഞങ്ങളെ കൂടെ ഉള്ളവർ പക്ഷെ പലരും പോയിട്ടുണ്ടാവാം. ഞങ്ങൾ തിരിച്ചവിടെ വരുമ്പോൾ ആ വീട് കണ്ടപ്പോൾ ശരിക്ക് ഒരു 10ഓളം പേര് കൈകൊണ്ട് കാണിക്കുന്നുണ്ട്. അതിൽ രോഗികളുണ്ട്, കണ്ണ് കാണാത്ത ആൾക്കാരുണ്ട്, കുട്ടികളുണ്ട്, കരയുന്നുണ്ട്. അപ്പൊ ഞങ്ങൾ തൊട്ട് മുകളിൽ നിന്നിട്ട് അവരെ ടോർച്ചടിച്ച് ആശ്വസിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് കഴിക്കുള്ളൂ. കാരണം കുത്തൊഴുക്കാണ്. ഈ പറഞ്ഞ പുഴയോ ഈ പറയുന്ന ഒരു സാഹചര്യം അല്ലത്. കുത്തൊഴുക്ക് എന്ന് പറഞ്ഞാൽ അതിനിടയ്ക്ക് കൂടെ പൊട്ടലുകളുടെ സൗണ്ടുകൾ കേൾക്കുന്നുണ്ട്. അപ്പൊ അതിന്റെ ഇടയിൽ അവരെ ആശ്വസിപ്പിക്കാൻ മാത്രമേ ഞങ്ങൾക്ക് അപ്പോൾ സാധിക്കുള്ളായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് തിരിച്ചു പോകാൻ എന്തായാലും സാധിക്കില്ല. കാരണം ഇവരെ കണ്ടുപോയല്ലോ. അതുകൊണ്ട് തന്നെ അവരെ രക്ഷിക്കണം എന്നുള്ളത് ഫസ്റ്റ് ഞങ്ങൾ ചെയ്യണമെന്ന് ഉറപ്പിച്ചതും അവർ രക്ഷിക്കുക എന്നുള്ളത് തന്നെയായിരുന്നു. അതുകൊണ്ട് തന്നെ ഞങ്ങളുടെ ഓഫീസറടക്കം പറഞ്ഞു അവരെ നമുക്ക് രക്ഷിക്കാം. ബഷീർ സാർ സ്റ്റേഷൻ ഓഫീസറാണ് കൽപ്പറ്റയിലെ, അവരെ രക്ഷിച്ചിട്ട് നമുക്ക് ബാക്കി കാര്യങ്ങൾ ചെയ്താൽ മതി എന്ന് പോലും പറഞ്ഞു. അപ്പോഴും ഞങ്ങൾ ഈ പോണ വഴിക്ക് ഒരുപാട്
കമ്പിവേലികളും അതേപോലെ മതിലുകളൊക്കെ ഉണ്ട്. ഇതൊക്കെ പൊളിച്ചിട്ടാണ് ഞങ്ങൾ ഈ കാട്ടിൽ കൂടെ കയറി പോണത്. അപ്പൊ അതിന്റെ ഇടയിൽ പോലും വീണ് കിടക്കുന്നവരെ ഞങ്ങളെ സ്ട്രെച്ചർ ഉപയോഗിച്ച് രണ്ട് പേര് വീതം ഓരോരുത്തർ എടുത്തുകൊണ്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. അത് മീഡിയകൾക്കോ ചാനലുകൾക്കോ ഒന്നും കാണാൻ പറ്റാത്തതെന്ന് വെച്ചാൽ ആരുമില്ല. അന്ന് ഞങ്ങൾ റെസ്പോണ്ട് ചെയ്യുന്ന കറണ്ടുമില്ല, ഒന്നുമില്ല. ഫസ്റ്റ് റെസ്പോണ്ട് ചെയ്യുന്ന ഞങ്ങൾ കടന്നുപോയൊരു സാഹചര്യം എന്ന് പറഞ്ഞാൽ വളരെ ബീഭത്സമായ ഒരു സാഹചര്യമാണ്. ഓർക്കാൻ പറ്റില്ല. എന്നിട്ട് ഞങ്ങളുടെ ലാഡർ വെച്ചിട്ടാണ്, കാരണം എങ്ങനെയെങ്കിലും അവരൊന്ന് അവിടെ കടത്തണല്ലോ എന്ന് വിചാരിച്ച് ഈ ലാഡർ വെച്ചിട്ട് ഞങ്ങൾ പാലത്തിന് കുറുകെ ഒരു പാലം പണിതു. ഈ പാലത്തിൽ കൂടെയാണ് ഫസ്റ്റ് ആ 10-20ഓളം പേരെ നമ്മൾ അവിടെ നിന്ന് എടുത്തുകൊണ്ട് വരുന്നത്. അപ്പൊ എടുത്തുകൊണ്ട് വരുമ്പോൾ അവര് പലരും പേടിയായിരുന്നു, ഈ കുട്ടികളടക്കമുള്ളവർക്ക് ഈ കുത്തൊഴുക്കിന്റെ ഇടയിൽ. കാരണം അവരെ നമ്മൾ എത്ര അംഗീകരിച്ചാലും മതിയാവില്ല. കാരണം എന്താ പറയുക, 2 പൊട്ടലുകൾക്ക് സാക്ഷിയായിട്ട് ആ വീടിന്റെ മുകളിൽ നിന്നവരാണ് അവരെ 2 ഭാഗത്തു കൂടെയും വെള്ളം ഒലിച്ചു പോകുന്നുണ്ടായിരുന്നു, കുത്തി ഒഴുകുന്നുണ്ടായിരുന്നു. എന്നിട്ട് അവർ പിടിച്ചു നിന്നു. 10ഓളം പേര് ആ വീടിന്റെ മുകളിൽ ഈ 2 ഉരുൾപൊട്ടലുകളെയും സഹിച്ചും അവരവിടെ പിടിച്ചു നിന്നു. അപ്പൊ അവരെ രക്ഷിച്ചു കൊണ്ടുവരിക എന്നുള്ളത് വളരെ ചലഞ്ചിങ് ആയ ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ എന്ത് റിസ്ക് എടുത്തിട്ടും അവരെ കൊണ്ടുവരണം തന്നെ ഞങ്ങൾ തീരുമാനിച്ചു. അതേപോലെ ഈ ലാഡർ വെച്ചിട്ട് ഞങ്ങൾ ഒരു പാലം ഉണ്ടാക്കി. കുട്ടികൾ പേടിയാന്ന് പറഞ്ഞപ്പോൾ ഞങ്ങൾ 2 പേര് ഫ്രണ്ടിലും ബാക്കിലുമായിട്ട് കുനിഞ്ഞു നിന്ന് മുട്ടിൽ നിന്നിട്ട് ആ കുട്ടികളെ സെന്ററിൽ ഇരുത്തിയിട്ടാണ് ഇങ്ങോട്ട് കടത്തി. അങ്ങനെ ആ ക്രൂവിനെ മൊത്തം രക്ഷിച്ചുകൊണ്ട് വന്നു. അതുപോലെ അന്ന് തന്നെയാണ് ഈ 2ാമത്തെ പാലം ഇവിടെ പണിയുന്നത്. അത് പലപ്പോഴും മാധ്യമങ്ങള് ഒരു സമയത്ത് ആ ഫസ്റ്റ് ദിവസങ്ങളൊന്നും ഞങ്ങളെ കണ്ടോന്ന് പോലും ഓർമ്മയില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളുടെ സ്റ്റേഷനിൽ പോലും കോളുകർ വരാറുണ്ട്. NDRFും മറ്റുള്ളവരൊക്കെ പ്രവർത്തിക്കുമ്പോൾ നിങ്ങൾ എവിടെയായിരുന്നു എന്ന് ചോദിച്ചിട്ട് കോൾ വരുന്നു. പക്ഷെ ഞങ്ങള് ആയിരുന്നു അത് എന്നുള്ളത് തെളിയിക്കാൻ പറ്റിയ ഒരു PR വർക്ക് ഞങ്ങൾക്ക് ഇല്ലാതെ പോയി എന്നുള്ളത് ഞങ്ങളുടെ ഒരു കുറ്റമായിട്ട് തന്നെ, പോരായ്മയായിട്ട് തന്നെ പറയാം. കാരണം ആ മനുഷ്യനെ ആ മണ്ണിന്റെ മുകളിൽ നിന്ന് എടുത്തുകൊണ്ട് വന്ന ജീവനുള്ള ഒരു മനുഷ്യനെ കൊണ്ടുവന്ന അത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. അതെന്ന് വെച്ചാൽ നെഞ്ചോളം ചെളിയാണ്. ആ ചെളിയിലെ ആ ലാഡർ എന്ന് വെച്ചാൽ ഒരു 35 അടി ലാഡറാണ്. 10-60 കിലോ വെയിറ്റുള്ള ഈ സാധനം താങ്ങി ആ ചെളിയിലൂടെ അവിടെ പോയിട്ട് തിരിച്ച് രക്ഷിച്ചു കൊണ്ടുവരിക എന്ന് പറയുന്നത്, അത് വിഷമം തോന്നിയെന്ന് വെച്ചാൽ അപ്പോൾ ഞങ്ങൾ ഈ കഷ്ടപ്പെട്ട് തിരിച്ച് ഇവിടെ വന്നിരിക്കുമ്പോൾ ന്യൂസിൽ ചാനലുകളിൽ പോകുന്ന സ്ക്രോളിൽ മറ്റൊരു രക്ഷിക്കുന്നു എന്നുള്ള രീതിയിൽ വന്നപ്പോൾ വൈകാരികമായിട്ട് നമ്മളും മനുഷ്യരാണ്. അപ്പോൾ അപ്പൊ നമുക്കും അതിൻ്റെതായ വിഷമങ്ങളുണ്ടാവും. കാരണം നമ്മൾ ഇത്രയും കഷ്ടപ്പെട്ട് വർക്ക് ചെയ്തിട്ടും നമ്മളെ അംഗീകരിക്കുന്ന ഒരു സമൂഹമല്ലല്ലോ എന്നൊരു വിഷമം ഫസ്റ്റ് ക്രൂ എന്നുള്ള നിലയിൽ ഉണ്ടായിരുന്നു, നമ്മളെ കൺമുന്നിലാണ്. അതിനുശേഷം ഇവിടെ സിപ്പ് ലൈനിൽ NDRFുകാർ ഫസ്റ്റ് ഇട്ടു. അപ്പൊ 2ാമത് വളരെ സ്ലോയിലാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. അപ്പൊ നമ്മൾ തന്നെ തീരുമാനിച്ചു 2ാമതൊന്നും കൂടെ പണിയണം എന്ന് പറഞ്ഞിട്ട് അതിനുശേഷം തുടർന്നതിലുകൊണ്ടാണ് ഈ മുണ്ടക്കൈ ഭാഗത്തേക്കുള്ള മുഴുവൻ ഭാഗത്തേക്കുള്ള രക്ഷാപ്രവർത്തകരും സിപ്പ് ലൈനിലൂടെ കടന്നുപോയെന്ന് വെച്ചാൽ അതില് പിന്നെ ഒരുപാട് ബോഡികൾ, ഏകദേശം ഒരു 20ഓളം ബോഡികൾ ഒറ്റയടിക്ക് ഞങ്ങൾ അന്ന് അവിടെ എടുത്തുകൊണ്ട് വന്നിട്ടുണ്ട്. അവിടെ ചെല്ലുമ്പോൾ കണ്ട കാഴ്ചകൾ എന്ന് വെച്ചാൽ പലതും വിവരിക്കാൻ പോലും സാധിക്കാത്തൊരു സാഹചര്യമാണ്. കാരണം ഇപ്പോഴും ഓർക്കുന്നുണ്ട്, ഒരു അച്ഛനും അമ്മയും മരിച്ചു കിടക്കുന്നിടത്ത് ഒരു മകൻ ജീവനോടെ കമ്പിയിൽ കുടുങ്ങി കിടക്കുന്നുണ്ടായിരുന്നു. അങ്ങനെ അവനെ രക്ഷിച്ചെടുത്ത് തിരിച്ചു വരുമ്പോഴാണ് അവൻ പറയുന്നുണ്ട്, എന്റെ അനിയനും കൂടെ അവിടെ ഉണ്ട്, ഇത്രയും നേരം എന്നോട് സംസാരിച്ചുകൊണ്ടിരുന്നു, അവനെ ഒന്ന് കാണണം, ഒന്ന് ശ്രദ്ധിക്കണം തോന്നുന്നു. പക്ഷെ നമ്മുടെ സാഹചര്യം അന്നത്തെ ആ ഒരു സാഹചര്യത്തിൽ ഫസ്റ്റ് റെസ്പോണ്ട് ടീമിന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിട്ടല്ലേ നമ്മൾ പോണത്. കാരണം ഞങ്ങളുടെ ഉപകരണങ്ങൾ നിങ്ങൾക്ക് ഏകദേശം കണ്ടാൽ മനസ്സിലാവും. വളരെ വെയിറ്റ് ഉള്ളതും കട്ടറും അങ്ങനത്തെ സാധനങ്ങൾ അത്രയും വെയിറ്റ് ഉള്ള സാധനങ്ങൾ ഏറ്റിക്കൊണ്ട് പോയിട്ടാണ് ഞങ്ങൾ ഈ കാര്യങ്ങളൊക്കെ ചെയ്യുന്നത്. അങ്ങനെ പക്ഷെ ഞങ്ങൾക്കത് കൈവിട്ട് കൊടുക്കേണ്ടി വന്നു. ആ പയ്യനെ തെരഞ്ഞിട്ട് കിട്ടിയില്ല. പക്ഷെ അവനവിടെ ഉണ്ടാവും. പിന്നീട് അവന്റെ ബോഡി കിട്ടേണ്ടി വന്നപ്പോഴും ഞങ്ങളുടെ കൺമുന്നിലാണ് നടക്കുന്നത്. അപ്പൊ അങ്ങനെ വൈകാരികമായിട്ടുള്ള കുറെ കാര്യങ്ങൾ ഫസ്റ്റ് ക്രൂ എന്ന രീതിയിൽ ഇപ്പോഴും ഞങ്ങൾ പറയാലോ, ഈ ഏത് സേന ഇവിടെ നിന്ന് തിരിച്ചു പോയാലും അവസാന ബോഡി എടുക്കുന്നവരെ ഞങ്ങൾ ഇവിടെ. നിങ്ങളുടെ പേര്? സുജയ് ശങ്കർ.